ഇപ്പോൾ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും റെലവൻ്റ് അല്ലാതാവുന്നു എന്നുള്ളതാണ് എൻ്റെ. അപ്പം നമ്മൾ തന്നെ റെലവൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാ സംഗതികളെയും മുതിർന്നവർ എതിർക്കുകയും നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എപ്പോഴും ഉണ്ട്. നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ പടത്തിൽ പൂർണ്ണമായ സമയം നമ്മളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ടൈപ്പായിട്ടുള്ള ചെറുപ്പക്കാരാണെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഹൗ ഡിഡ് യു ചൂസ് ദ സബ്ജക്ട്? ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സബ്ജക്ട് സിനിമ എടുക്കാൻ കാരണം? അബൌട്ട് യങ്സ്റ്റേഴ്സ് ബട്ട് ഓൺ എ ഡിഫറെൻറ്റ് ടൈം ലൈൻ. അപ്പോൾ അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അച്ഛന്മാരുടെ കഥയാണ്. അപ്പോൾ അവർ അനുഭവിച്ചിരുന്നു, അവർ ചെയ്തിരുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ആഡ്മാൻ കം ഫിൽം മേക്കർ AK വിനോദ്. അദ്ദേഹത്തിൻ്റെ സിനിമ മൂൺ വാക്ക് ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഞാൻ മൂൺ വാക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ ഐ ഹാപ്പൻ ടു ആക്ച്വലി കോൾ എ ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് സേ ദാറ്റ് ലൈക്ക് യു ഹാവ് ടു വാച്ച് ഇറ്റ്. One of my friend who was not in Kerala wanted to watch it in the theatres outside Kerala. അപ്പോൾ ഈ തിയേറ്റേഴ്സിൽ ഇതില്ലാതിരുന്നതിൻ്റെ ഡിഫിക്കൽട്ടി കൊണ്ട് ഞങ്ങൾക്ക് കുറേ പേർക്ക് അത് കാണാൻ പറ്റിയില്ല. ബിക്കോസ് ഐ വാസ് വെരി ലേറ്റ് ടു വാച്ച് ദ ഫിലിം. ദോ ഐ വാണ്ടഡ് ടു വാച്ച് ഇറ്റ്. നേരത്തെ കാണണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അങ്ങനെയൊക്കെ ഐ ഹാഡ് കോൾഡ് ദിസ് ഡയറക്ടർ and I told him that I want to actually talk to him when the movie releases on OTT ഇറങ്ങുമ്പോൾ സംസാരിക്കണം എനിക്ക് എന്ന്. കാരണം ഈ അടുത്ത് ഒരുപാട് കാലത്തിന് ശേഷം വളരെ ഭയങ്കര രസമായിട്ട് കണ്ടൊരു പടമാണ്. പിന്നെ ഞാൻ ഈ ഡയറക്ടർ ആരാ, ആ മേക്കിംഗ് സ്റ്റൈല്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി ഇവോൾവ് ചെയ്തത് എന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഐ വെൻ ബാക്ക് ആൻഡ് ചെക്ക്ഡ് അബൌട്ട് ഹിം. അപ്പോൾ ഐ സോ ദറ്റ് ദിസ് മാൻ ഇസ് നോട്ട് ലൈക്ക് ഒരു വൺ ടൈം വണ്ട ഫിൽം മേക്കർ അല്ല. ഹി ഹാസ് ബീൻ ലൈക്ക് ഇൻ ദിസ് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോരമ ക്ലാസിഫൈഡ്സിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ്സ്, ഇന്ദുലേഖ, അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ഈ ക്രിയേറ്റീവ് മാൻ, ദിസ് ആഡ് മാനിനെ ഞങ്ങളിന്ന് മലബാർ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫിൽംസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആഡ്സ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ക്രിയേറ്റീവ് സ്പേസ് ദാറ്റ് വി നീഡ് ടു ആക്ച്വലി തിങ്ക് മോർ അബൌട്ട്, വിച്ച് ആക്ച്വലി നമുക്ക് വളരെയധികം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അഡ്വർടൈസ്മെൻറ്റ്സ്. അതിനെ പറ്റിയും കൂടി നമുക്ക് ഇദ്ദേഹത്തോട് ഇന്ന് ചോദിച്ചറിയാം. വെൽക്കം സർ. വെൽക്കം ടു മലബാർ ചാനൽ. Thank you for inviting me here. അപ്പോൾ നമുക്ക് മൂൺ വാക്ക് വെച്ച് തന്നെ തുടങ്ങാം. സംടൈംസ് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് റൺ ആവാത്ത പടങ്ങൾ OTT ഭയങ്കര രസമായിട്ട് my gut feeling says that this will actually really work, not just in Kerala but international scenario ഇത് റീച്ച് ആവുന്ന. I'm also hopeful. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് we are also, I mean the entire team is looking forward. അങ്ങനത്തെ ഒരു ആശയവും കഥയൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നത് തിയേറ്ററിൽ എത്തി ആൾക്കാർ കണ്ടവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് അവർ നമ്മളെ എൻകറേജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ ഈ ഇതിൽ OTTയിലും തീർച്ചയായിട്ടും നല്ലൊരു ഓഡിയൻസ് റിസപ്ഷൻ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു 80s 90s ഉണ്ടായിരുന്ന ഒരു തരംഗമായിരുന്നു മൈക്കിൾ ജാക്സൺ തരംഗം. അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഡാൻസ്, പിന്നീട് സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ ഒരുപാട്. ഹൗ ഡിഡ് യു ചൂസ് ദ സബ്ജക്ട്? ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സബ്ജക്ട് സിനിമ എടുക്കാൻ കാരണം? അങ്ങനെ ഇതിൻ്റെ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ നമ്മൾ വേറെ പല സിനിമകളും സംസാരിക്കുകയും സിനിമയുടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമകളിലൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ചില തടസ്സങ്ങളും ചിലരുടെ ഡേറ്റ് പ്രശ്നങ്ങളും അറിയാമല്ലോ. സിനിമ അങ്ങനെ രീതിയിൽ ഇങ്ങനെ പലതും നടക്കാതെ വരുമ്പോൾ ഈ ആശയം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെറുപ്പക്കാർ പിള്ളേരുടെ ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ സഹ എഴുത്തുകാർ, അതായത് മാത്യു വർഗീസ്, സുനിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വേറെ 2 പേരും കൂടി ചേർന്നിട്ടാണ്, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. അപ്പം ഇവരുമായിട്ട് ഞാൻ നേരത്തെ അഡ്വർടൈസിങ്ങിൽ പല കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പല ഘട്ടങ്ങളിലും പല കഥകളും ആശയങ്ങളും സംസാരിക്കുകയും, അപ്പോൾ ഈ ആശയം പലപ്പോഴായി സംസാരിക്കുകയും ഇതിൽ ചില സംഭവങ്ങളും രസകരമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അന്യോന്യം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ നടക്കാതെ പോയ സിനിമകളുടെ ഇടയിലും ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് സിനിമയാക്കരുത് എന്നുള്ള
ഒരു നമ്മൾ ചർച്ച ചെയ്തു. അപ്പം അതിന് മുമ്പ് തന്നെ ഈ സബ്ജക്റ്റ് ഞാൻ എൻ്റെ ടീം, എൻ്റെ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്യുന്ന കൂട്ടൊരു പ്രവർത്തകരുമായിട്ട് ചേർന്ന് നമ്മളൊരു ഡോക്യുമെൻ്ററി വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അതായത് ഈ ലേറ്റ് 80s ഏർലി 90s ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ തരംഗത്തിൽ അതിൽ ആകൃഷ്ടരായി അതിൻ്റെ പിറകെ നടന്ന് ഡാൻസ് കളിച്ച് തിമിർത്ത് കടന്ന് കുറേ അധികം ചെറുപ്പക്കാരെ നമുക്കറിയാം. ഇപ്പോഴും അതിങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ ആസ്വദിക്കുകയും അത് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ സീനിയേഴ്സാണ് ഇപ്പം. അപ്പോൾ അവരുടെ കഥകൾ നമുക്കറിയാവുന്നത് അവരെ അതെന്താണ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്തു തുടങ്ങി. അപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കഥ നേരത്തെ രൂപപ്പെട്ടിരുന്നത് കൊണ്ടും അത് ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ പുള്ളിയുമായിട്ട് നമ്മൾ ഈ കഥ സംസാരിക്കുകയും പുള്ളി കേട്ടപാടെ ഇത് പടം നമുക്കിത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അല്ലെങ്കിൽ പുള്ളി തന്നെ തീരുമാനം എടുത്തു ഈ പടം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ പടം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കി പിന്നെ ആ അത് എൻ്റെ പിറകെ എൻ്റെ കൊളീഗ് ചെയ്തു. അപ്പോൾ അതിൽ ഈ ഡോക്യു ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു എസെൻസ് ഓഫ് ഈ ഫിലിം എന്തായിരിക്കണമെന്ന് മനസ്സിലാക്കിയിരുന്നു. കാര്യം സാധാരണ തലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി ഈ ഡാൻസ് ഫോം ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയും അവർക്കായിരുന്നിരിക്കും പ്രോബബ്ലി അതിൻ്റെ പിറകെ പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. കാര്യം എല്ലാം മറ്റ് കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വേറെ ഫ്യൂച്ചർ അന്വേഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് അവരൊന്നും കൂടുതൽ ഇതിൽ ഇൻഡൾജ് ചെയ്തിരുന്നുണ്ടാവാൻ വഴിയില്ല. മറ്റ് പഠനത്തിലേക്കാളും ഇത്തരം ഇതിൽ താല്പര്യമുള്ള കുറേ ആൾക്കാരായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ്. പിന്നെ അതിൻ്റെ ഈ മ്യൂസിക് ഡാൻസ് എന്ന് പറയുന്ന എലമെൻ്റ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ അത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് സ്കോപ്പുള്ളതായതുകൊണ്ട് ഇത് നമ്മൾ സിനിമയാക്കാമെന്ന് തീരുമാനിക്കുക. നമ്മളിപ്പോൾ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഇപ്പം സൂര്യ പോലെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന് റിയാലിറ്റിയിൽ വെൻ യു ഡിഡ് യുവർ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് എന്തായിരുന്നു ശരിക്കും കേരളത്തിൻ്റെ ഒരു സിനാരിയോ? ഞാൻ കേട്ടിടത്തോളം എനിക്ക് അറിയുന്നിടത്തോളം ഈ പറയുന്ന ഈ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നവർ ഒട്ടും ഒരു റെസ്പെക്ട്ഫുൾ സ്പേസിലായിരുന്നില്ലല്ലോ. നമ്മളിപ്പം മുടി വെട്ടുന്ന സീക്വൻസൊക്കെ നമുക്ക് ശരിക്കും റിയാലിറ്റിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ട്രിവാൻഡ്രത്ത് ഇതുപോലെ നടന്നിട്ടുണ്ട്. അങ്ങനെ അത് ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാരെന്നുള്ളതിലുപരി നമ്മൾ എപ്പോഴും ഈ ചെറുപ്പക്കാരാണല്ലോ ഇത്തരം സംഗതികൾ ആദ്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാ സംഗതികളെയും മുതിർന്നവർ എതിർക്കുകയും നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എപ്പോഴും ഉണ്ട്. അതിപ്പോൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ പിള്ളേരിപ്പം ഈ ഫോണിൽ കൂടുതൽ ഇൻഡൾജ് ചെയ്യുന്നതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, അവൻ കണ്ടില്ല അതിൻ്റെ പുറകെ ഇരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ഈ ഒരു ഏജിൽ നമ്മൾ എല്ലാ തരം കാര്യങ്ങളിലേക്കും നമ്മൾ ഈസിലി അട്രാക്റ്റഡ് ആവുകയും അത് ഭയങ്കര വളരെ ബ്ലൈൻഡായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതാണ് ഈ ചെറുപ്പത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈസിലി വൾണറബിളാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഭയങ്കര ഇന്നസെൻസിൻ്റെ ഒരു പീക്കുമാണ്, ഏറ്റവും കൂടുതൽ എനർജിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം നമ്മളെ എന്ത് സംഗതി കാണിച്ചു കഴിഞ്ഞാലും എന്ത് സംഗതി കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പം അത് ആ ഒരു ഇത് തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. സൊസൈറ്റൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിന് കൂടുതലായിരുന്നു. ഈ പച്ച ഉടുപ്പും മഞ്ഞ പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തി യാതൊരു തരത്തിലുള്ള സോഷ്യൽ കണക്റ്റും കാണിക്കാതെ അവരെപ്പോൾ നോക്കിയാലും ഇങ്ങനെ കൈയൊക്കെ അനക്കി ഇങ്ങനെ എവിടെ നിന്ന് കഴിഞ്ഞാലും അവരുടെ ഒരു പ്രത്യേക ലാംഗ്വേജും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതും ഒക്കെയാണിതെങ്കിലും അവർ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അവരെ മാറ്റി നിർത്തപ്പെടുക എന്നല്ല, അവരെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുന്ന ഒരു കുറച്ചുകൂടി റെബല്യസ് നേച്ചർ. പിന്നെ ഇവരുടെ വസ്ത്രധാരണം എന്നുള്ളത് മാത്രമല്ല എല്ലാത്തിനും ഒരു റെബൽ ലുക്കാണ്. അപ്പം വീട്ടിൽ ഒരു പയ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാരൻസിന് അതൊരു ഭയങ്കര ചില സമയം ചിലർ അതേ പറഞ്ഞ ഈ സാധാരണക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പ്രത്യേകിച്ച്
ഈ ഒരു അത്യാവശ്യം മറ്റേ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിലെ മകൻ അങ്ങനെ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും സാധാരണക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതലെല്ലാം. സോ റിയൽ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ വെൻ യു വർ ലൈക്ക്? മീറ്റ് ചെയ്തതിൽ വളരെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഈ ഡാൻസ് ഫോളോ ചെയ്തിരുന്നതും. ഈ ഡാൻസ് ഫോളോ ചെയ്താൽ ഈ ഡാൻസ് ഇവർ കളിച്ച് തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് കുറച്ച് പേരെ അറിയായിരുന്നു. അവരാദ്യമായിട്ട് ഇത് കാണുന്നതും അവരുടെ കൂടെ ഞാനും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ അവരുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മുടെ നമ്മളൊരു ഡാൻസിൻ്റെ അങ്ങനെ അതിലല്ലായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ചെയ്ത്തുകളെല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ പരിപാടികളും ഒക്കെ നമ്മൾ പോയി കാണും. കാര്യം ഭയങ്കര കൗതുകമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇത് ഈ ഒരു സ്റ്റേജിൽ അവർ കയറി നിൽക്കുമ്പം ഈ ഭയങ്കര ഉഗ്രൻ മ്യൂസിക്കും അപ്പോൾ പിന്നെ അതിൻ്റെ ഈ അന്ന് ഇതുപോലത്തുള്ള ലൈറ്റിംഗ് സംവിധാനമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഓളവും അതിൻ്റെ ഒരു ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യണേ? They all went back to the system? സം ഓഫ് ദം ആർ നോ മോർ, ചിലർ ഇല്ല. ഇതിൻ്റെ ഒരു വേറൊരു ഭയങ്കര ഈ ഒരു വളരെ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്ന പോലെ വേറൊരു സൈഡുണ്ട് ഈ കഥയ്ക്ക്. അത് നമ്മൾ ഈ സ്റ്റഡി ചെയ്ത് വരുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ വളരെ പാരമ്യത്തിൽ, അതായത് ഏറ്റവും ബെസ്റ്റായിട്ടൊക്കെ ഡാൻസ് ചെയ്യുകയും പോപ്പുലർ ആകുകയും ചെയ്ത ചില ആൾക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് അവർ മോസ്റ്റ് ഓഫ് ദം സൂയിസൈഡ് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ അന്വേഷണമല്ല നമ്മുടെ സിനിമ. പക്ഷേ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അതെന്താ അപ്പോൾ വീണ്ടും ഡീപ്പറായിട്ട് ഈ സബ്ജക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പം പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിൽ ഇത് ചെയ്തിരുന്ന ആൾക്കാർ അവർ സാധാരണ ഇപ്പോൾ പെയിൻറ്റ് പണി ചെയ്യുന്ന ആൾ വന്ന് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുന്നു. പെയിൻറ്റ് പണി ആയിട്ട് ഇപ്പോഴും കഴിയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മേസ്തിരി പണി ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർ ഗൾഫിൽ പോയവരുണ്ട്. ചിലർ മറ്റ് ചെറിയ പരിപാടികളൊക്കെ ആയിട്ടും ചിലർ ആണ് ഇതിൽ നിന്ന് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയും ഡാൻസ് സ്കൂൾ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരുപിടിയാണ് ആൾക്കാർ. അങ്ങനെ ഒരു കൂട്ടർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു വലിയ, എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ട് കുറച്ച് പേര് കൊറിയോഗ്രാഫർ. ഞങ്ങളുടെ ഇതിൻ്റെ കൊറിയോഗ്രാഫർ ശ്രീജിത്ത് ഡാസ്ലർ എന്ന് പറഞ്ഞൊരു ശ്രീജിത്ത്, പുള്ളി ഇതേ ടൈമിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഈ ശ്രീജിത്തുമായിട്ട് ഞാൻ വേറെയും പരസ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കാരണം ചെയ്തിട്ടുള്ള അതുകൊണ്ടും ശ്രീജിത്തും നമുക്ക് ഇതിൽ ഈ കഥയിൽ ഒരുപാട് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചില കോണ്ടെക്സ്റ്റുകൾ പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും. നമ്മളപ്പം ശ്രീജിത്തും നമ്മളുടെ ഈ ഒരു കഥാരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട്, എഴുത്തിലല്ലെങ്കിൽ പോലും രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇൻവോൾവ് ആയിരുന്നു. അപ്പം ശ്രീജിത്ത് തന്നെയാണ് എൻ്റെ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആൾക്കാരുടെ എല്ലാവരുടെയും ഒരുപാട് ഇൻപുട്ടുകൾ, നമ്മൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപിടി സംഗതികൾ നമ്മൾ ഇംബൈബ് ചെയ്തിട്ടുണ്ട് സ്റ്റോറിയിൽ. നമ്മൾ എക്സാക്ട് റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു ബയോഗ്രാഫിക്കലായിട്ട് അതിനെ ട്രീറ്റ് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പലർക്കും വേദന ഉണ്ടാക്കുന്ന ഒരുപിടി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കാണാതെ ഒരു ചെറിയൊരു ടൈം ഫ്രെയിം മാത്രം എടുത്ത് ഫിക്ഷണലൈസ് ചെയ്തു. എത്ര സമയം എടുത്തു ഈ ഒരു എൻ്റയർ മൂവി മേക്കിംഗ് പ്രോസസ്സ്? ഒരു 3-4 വർഷം എടുത്തു. അതായത് ഫിലിമിങ് തുടങ്ങി, ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോവിഡ് നമ്മളെ എഫക്റ്റ് ചെയ്തു ഒരു സ്റ്റേജിൽ. അപ്പം നമ്മളുടെ ഒരു കീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് ഫേസ് ഔട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയ്ക്കും ഗ്യാപ്പ് വയ്ക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. ഫേസ് ഔട്ട് ചെയ്ത് ചെയ്യണമെന്ന്. കാര്യം ചേഞ്ച്, ലുക്ക് ഓവർ, അതിനനുസരിച്ചുള്ള ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് പക്ഷേ മറ്റു ചില കാരണങ്ങളും കൂടെ കൊണ്ട് എക്സ്റ്റെൻഡ് ആയി. അപ്പം എവിടം വരെ ഇവരുടെ ആദ്യത്തെ ഫേസ് ഓഫ് ഡാൻസിങ് സ്പാർട്ട് വരെയാണോ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്? അതെ, അവരുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം വരെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലുക്ക് ചേഞ്ച് ആവുന്ന ഒരു സമയമുണ്ട്, ഒരു ഘട്ടമുണ്ട്. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആ ഘട്ടമുണ്ട്. അപ്പോൾ അത് ഫോർച്ചുനേറ്റ്ലി അതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് അത്രയും ഏകദേശം ഡിലേ മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ടായതാണെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി. ക്ലൈമാക്സ് റീസെൻ്റ്ലി ഷൂട്ട് ചെയ്തിരുന്നോ? എന്ന് വെച്ചാൽ ലാസ്റ്റ് പാർട്ട്
ഇവരുടെ അത് പിന്നീട് ഈ അടുത്തെങ്ങാനും ഷൂട്ട് ചെയ്താണ് അതോ അപ്പം തന്നെ? അല്ല അതിനകത്ത് വേറൊരു സീക്വൻസ് ഉള്ളത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം നമ്മൾ റീസെൻ്റ്ലി ഷൂട്ട് ചെയ്തു. ക്ലൈമാക്സിൽ നമ്മൾ ചില ഒരു 1-2 ബിറ്റുകൾ നമ്മൾ അഡീഷണലി ചെയ്തിട്ടുണ്ട്. ഒരു 2 റൗണ്ട് എഡിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അഡീഷണലി ചേർക്കണമെന്ന് തോന്നിയ കുറച്ച് ഭാഗങ്ങൾ പിന്നെയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു നമ്മളെപ്പോഴും സിനിമകൾ കാണുമ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ചില ആസ്പെക്റ്റുകളാണ് നമ്മൾ പിന്നെ ഇൻക്ലൂസിവിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് വന്നിട്ട് സ്റ്റോറിയുടെ ആ ഒരു ബ്യൂട്ടി കുറേയും കൂടെ ഓവർ സിനിമാറ്റിക് ആവുന്നു എന്നൊക്കെ പറയുന്നത്. ആ ആസ്പെക്ട്സ് ഒക്കെ ഇതിനകത്ത് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ സഞ്ചരിച്ച് പോന്നു എന്ന് പറയുന്ന പോലത്തെ. ക്ലൈമാക്സ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ഞാൻ പല റിവ്യൂസും ബുക്ക് മൈ ഷോയിലൊക്കെ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോഴും ഇറ്റ് ഹാഡ് പീപ്പിൾ ടെല്ലിങ് ദാറ്റ് ലൈക്ക് ദ ക്ലൈമാക്സ് പാർട്ട് വാസ് ലൈക്ക് ഗൂസ് ബംസ്. നമ്മളെല്ലാവരും ലിറ്ററലി ഞങ്ങൾ കരഞ്ഞു. പിന്നെ വി ഓൾ വെർ ഇൻ എ ജനറേഷൻ, ഐ വെൻ വിത്ത് വൺ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ, നമ്മളെല്ലാം ഒരു ജനറേഷൻ ഓഫ് മൈക്കിൾ ജാക്സണും ഈ പറയുന്ന ബ്രേക്ക് ഡാൻസിൻ്റെയൊക്കെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ എനിക്കൊരു വൺ തിങ് ദാറ്റ് വെൻ വി ഗോട്ട് ഔട്ട്, ലൈക്ക് ഐ ഹാഡ് വൺ ആക്സിഡൻ്റലി ദർ വാസ് അനദർ പേഴ്സൺ ഫ്രം ദ ഫിലിം ഇൻഡസ്ട്രി, ഒരു ആക്ടറും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ മകനും. അപ്പോൾ വൺ ഫാക്ടർ, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നല്ല പടം പക്ഷേ എന്താ ഈ പടത്തിന് ആരും വരാത്ത, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് തിയേറ്റേഴ്സ് കിട്ടിയില്ല, അങ്ങനെ കുറേ സാധനം നമ്മളെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈമേ ഉണ്ടായിട്ടുള്ളത് കാണാൻ. അപ്പോൾ ആ ഒരു ഏരിയ യു മൈറ്റ് ഹാവ് ഫേസ്ഡ് ഓൾസോ ക്രൈസിസ് അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റിനും ഇത് ഏറ്റെടുത്തത്. അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പ്രോസസ്സ് എന്തായിരുന്നു? സിനിമ ഓൺ ദ സ്ക്രീൻ പീപ്പിൾ ടേണിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതും ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുന്നത് തന്നെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ അതുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ റിലീസിൻ്റെ സമയത്ത് നമ്മളെ ബാധിച്ച കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല. അത് സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഐ മീൻ വെൻ പീപ്പിൾ കംസ് ഇൻ ഹോഡ്സ്, ഐ തിങ്ക് അത് ഒരു മാസ് ഒരു ഫീൽ പരിപാടിയൊക്കെ ആണെങ്കിലാണ് വരുന്നത്. അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഉള്ള റെസ്പോൺസ് അതുപോലെ വന്നതിന് ശേഷമാണ് ആൾക്കാർ അങ്ങനെ വരുന്നത്. ഇത് ഒരു 30 മെയ്യിൽ നമ്മൾ ഇറക്കുമ്പോൾ മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ അടുത്ത ദിവസങ്ങളിൽ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആൾക്കാർ സിനിമ കാണാനായിട്ട് പൈസയൊക്കെ വളരെ ഇപ്പം പഴയതുപോലെയല്ല, സിനിമ കാണാനായിട്ട് കുറേ കൂടെ എക്സ്പെൻസീവാണ്. അതൊക്കെ കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറയാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ സിനിമ പോപ്പുലർ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഡ്രോ ചെയ്യാനുള്ള എന്താണ് ഒരു മൊത്തം ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മാത്രമാണ് സിനിമ അങ്ങനെ ആൾക്കാരെ തിയേറ്ററിൽ ഭയങ്കരമായി ആൾക്കാർ കുത്തിക്കിടന്ന് കാണുന്ന ഒരു പരിപാടിയായി മാറുള്ളൂ എന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത്. നമ്മുടെ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സംഗതിക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എന്താണ് സെറ്റ് ഓഫ് ആൾക്കാരും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇപ്പം സ്ലൈറ്റ്ലി കുറച്ചുകൂടെ നമ്മൾ സിനിമാറ്റിക്കലി അതിനെ പുഷ് ചെയ്യാവുന്ന സ്റ്റോറികൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ട്രാക്ഷൻ ഉണ്ടാവും. അതിനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ബിക്കോസ് എനിക്ക് തോന്നുന്നു സിനിമ Was it your conscious decision for not to treat like that? Yes, very much. I mean, നമ്മൾ ആദ്യമേ ഈ പടത്തിനെ ഇങ്ങനെയാണ് സമീപിക്കേണ്ടത്. ബിക്കോസ് വി ഡിഡ്ന്റ് വോണ്ട് ടു ഓവർ ആയിട്ട് നമ്മൾ അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു സാധാരണഗതിയിൽ തന്നെ നമുക്ക് ഇമോഷൻസ് കണക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു അപ്രോച്ച് തന്നെ എടുത്താൽ മതി എന്നുള്ളത് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചില ഭാഗത്തൊക്കെ നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഏറ്റെടുക്കും, എന്നാൽ ചില സ്ഥലത്ത് നമുക്ക് സംശയം ഉണ്ടായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാട്ട് ഇവൻച്വലി ഇറ്റ് പ്രൂവ്ഡ് ഈസ് ദാറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാണുന്ന പലർക്കും ഇതൊരു പല രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ. അപ്പം നമുക്ക് മാത്രമല്ല, നമുക്ക് എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരു സിനിമയായിട്ട് ഫിലിമിൽ നമുക്ക് ഇനിയും നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇനിയും കുറച്ചുകൂടെ കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നൊക്കെ തോന്നുന്നത് അതൊരു എപ്പോഴും ദാറ്റ് ഈസ് ഇൻ ദ ബാക്ക് ഓഫ് മൈൻഡ്. പക്ഷേ വി ആർ വെരി ഹാപ്പി. ദ വേ നമ്മൾ ചില കാര്യങ്ങൾ
ആ പടത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു സ്കീം ഓഫ് തിങ്സ് ആൾക്കാർ വളരെ കൃത്യമായിട്ട് അതിനെ എൻജോയ് ചെയ്തിട്ട് നമ്മളോട് ആൾക്കാർ വിളിച്ച് പറയുകയും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത് നമ്മളെ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് നമ്മളും മീൻ ചെയ്ത് അതൊക്കെ തന്നെയാണ്. അങ്ങനെ തൊടാൻ പറ്റുക എന്ന് പറയുന്നതിലാണ് നമ്മൾക്ക് ഉണ്ടായ ഒരു സന്തോഷം. സോ ഇതിപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു സിസ്റ്റത്തിൻ്റെ അഗെയിൻസ്റ്റ് പോകുന്ന, പക്ഷേ ഒരു ആർട്ട് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് അങ്ങനെയാണ്. ഇതേപോലെ തന്നെ സിമിലർ ടൈം ഫ്രെയിമിൽ എന്ന് വെച്ചാൽ ഇത് റിലീസ് ചെയ്തതിന് കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ മറ്റൊരു പടവും സിമിലർ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാനയും ഇതും വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ആലപ്പുഴ ജിംഖാന ബിക്കെയിം ഒരു വളരെ പോപ്പുലറും വളരെ അപ്പീലിംഗുമായി. ഇപ്പുറത്തെ സൈഡിൽ മൂൺ വാക്ക് വിച്ച് ഹാഡ് മോർ ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ് വാസ് ഇൻ മച്ച്, അങ്ങനെ ഒരു സ്പേസ് നമുക്ക് വന്നില്ല. അത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ന്യൂ ജനറേഷൻ കണക്റ്റ് വരാഞ്ഞുകൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളത് അങ്ങനെ നമ്മൾ തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെ ചെയ്യുന്നതിലും വലിയ കാര്യമുള്ളതായിട്ട് തോന്നില്ല. നമ്മളൊരു സംഗതി ഉണ്ടാക്കി അതൊരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാവണം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം എൻ്റെ മകന് മനസ്സിലാവണമെന്നോ അല്ലെങ്കിൽ അവൻ അത് ക്ലിയറായിട്ട് ചിലപ്പോൾ അതേ എസെൻസിൽ അതേ സെൻസിൽ അല്ലെങ്കിൽ അവർ എടുക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്കും അതുപോലെ വൈബ് ചെയ്യണമെന്നില്ല. അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ. അപ്പോൾ എനിക്കൊന്ന് അങ്ങനത്തെ ഒരു കമ്പാരിസണിൽ എനിക്ക് തോന്നുന്നത് അതൊരു വളരെ ഡിഫിക്കൽട്ട് ഏരിയയാണ്. പക്ഷെ അത് ആ പടം വളരെ കണ്ടംപററി ആയിട്ടുള്ള സ്പേസിലാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പടം അങ്ങനെയല്ല. ഇറ്റ്സ് അബൌട്ട് യങ്സ്റ്റേഴ്സ് ബട്ട് ഓൺ എ ഡിഫറെൻറ്റ് ടൈം ലൈൻ. അപ്പോൾ അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അച്ഛന്മാരുടെ കഥയാണ്. അപ്പോൾ അവർ അനുഭവിച്ചിരുന്നു, അവർ ചെയ്തിരുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ ഒരുപാട് ഈ കണ്ട ചെറുപ്പക്കാർ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് നമ്മൾ അടുത്ത് പലരും വിളിച്ച് നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ട് വേറെ ചിലരൊക്കെ വിളിച്ച് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. സോ യാ. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരു ആസ്പെക്ട് വാസ് ദാറ്റ് ദ ആക്ടേഴ്സ്, ദ ചോയ്സ് ഓഫ് ആക്ടേഴ്സ് ദാറ്റ് യു ഹാവ് പിക്ഡ് മൈറ്റ് വൺ റീസൺ ഫോർ ദിസ് കൊമേഴ്ഷ്യൽ സ്പേസിൽ. അപ്പോൾ അപ്പുറത്ത് നസ്ലനെ പോലെ ദ സോ കോൾഡ് എമേർജിങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആളും പിന്നെ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും, അങ്ങനെ യു ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് എ വൈൽ, ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ. സോ ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ യു ടു ആക്ച്വലി ഗെറ്റ് actors or influence and all these things. So how was your choice of നമ്മൾ ഇതിനകത്തുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നതെല്ലാം പുതിയ ഫേസസ് ആണ്? ഇത് ഈ പടം കൺസീവ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ചില കൃത്യമായ മുഖങ്ങളുണ്ട്. ഈ പടത്തിൽ ഇന്ന ആൾ ജയിക്കാരായിരിക്കണം, അല്ലെങ്കിൽ സുരയോ അല്ലെങ്കിൽ അരുണും വരുണോക്കാരായിരിക്കണം, അപ്പുവാരായിരിക്കണം എന്നൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട്. കാര്യം പല ഒറിജിനൽ ചില ആൾക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസുള്ള ഐ മീൻ നോട്ട് കാരിക്കേച്ചേഴ്സ് ബട്ട് ചില കഥാപാത്രങ്ങളുടെ ഒരു രൂപവും സാദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ നാച്ചുറലി നമ്മളൊരു കാസ്റ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വി ഹാവൻറ്റ് എവർ റൂൾഡ് ഔട്ട് യൂസിങ് കീ ആയിട്ടുള്ള ഒരു 2-3 പേരെ നമുക്ക് അത്യാവശ്യം സിനിമ ആങ്കർ ചെയ്യാൻ പാകത്തിലുള്ള ആൾക്കാരെ നോക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടില്ല എന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, നമ്മുടെ പടത്തിൽ പൂർണ്ണമായ സമയം നമ്മളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ടൈപ്പായിട്ടുള്ള ചെറുപ്പക്കാരാണെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ എന്നുണ്ടായിരുന്നു. ഇപ്പം ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സ് ഒരുപിടി ചെറുപ്പക്കാരിപ്പോൾ ഉണ്ടല്ലോ. പക്ഷേ അപ്പം അതിൽ ചിലരോട് നമ്മൾ സംസാരിച്ചു, അവരെല്ലാവരും ആ സമയത്ത് ബിസിയാണ്. എനിക്കൊന്ന് 2-3 പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വേറെ ടൈം ലൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരിക്കും നമ്മളെ ടൈം ലൈനുമായിട്ട് അലൈൻഡ് ആവാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനിൽ അതുകൊണ്ട് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് ഉപേക്ഷിച്ചു. നമ്മൾ ഓൾറെഡി ഈ പടം കൺസീവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഈ പരസ്യത്തിന് വേണ്ടി അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നൊരു ടീം എനിക്കുള്ളത് കൊണ്ട്
നമുക്ക് ഓൾവേസ് യു വോണ്ടഡ് ഫ്രഷ് ഒരു ലുക്ക് വേണമെന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് നമ്മളിതിങ്ങനെ ഒരു സൈഡിൽ പ്രോസസ്സ് നടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി നമ്മൾ ഉപേക്ഷിച്ചതിന് ശേഷം അത് വളരെ സ്ട്രോങ് ആക്കുകയും കാസ്റ്റിംഗ് കോൾസ് വിടുകയും ഒരുപാട് ആൾക്കാരെ അപ്ലൈ ചെയ്യും. നമ്മളതിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും പല ഘട്ടങ്ങളിലായിട്ട് ടെസ്റ്റ് ഡാൻസേഴ്സ് ആയിരുന്നോ അതോ? അല്ല, ഒരു 3 പേരാണ് ശരിക്കും ഇതിനകത്ത്. മനോജ് മോസസ്, പ്രേം ശങ്കർ, അതായത് ഷാജിയായിട്ട് അഭിനയിച്ച ആളും, പിന്നെ സുദീപ് ഡിക്കി എന്ന് പറഞ്ഞ കഥാപാത്രവും, പിന്നെ സിദ്ധുവും ഒരു പരിധി വരെ ഡാൻസ് ചെയ്യുന്നു. വരുണും, അതായത് ഋഷിക്കും പക്ഷെ ഇവരൊക്കെ സിദ്ധുവും ഋഷിയും അത്ര അങ്ങോട്ട് ഡാൻസ് ഇതല്ല. മറ്റവർ രണ്ടും പ്രൊഫഷണലി അവർ ഡാൻസേഴ്സാണ്. മറ്റുള്ളവരെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കേണ്ടി വന്നു കാര്യം. പക്ഷെ മറ്റുള്ളവരെ നമ്മളെ എടുക്കാനുള്ള കാരണം അവരുടെ സ്പെസിഫിക് വേ ഓഫ് ബിഹേവിയർ, അവരാ കഥാപാത്രവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുമല്ലോ. ഇയാൾ കറക്റ്റായിരിക്കും, അവൻ്റെ ദ വേ അവനെ ക്യാരി ചെയ്യുന്നതും ദ വേ ഹി ഇത് ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ അത് നമ്മൾ പല ഘട്ടങ്ങളിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് അവർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വേണം. അപ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ ഇതായിരുന്നു, അവന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ടോട്ടലി ഡാൻസ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്കിതിൽ വയ്ക്കാൻ പറ്റില്ല. ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്ന ആ സ്വഭാവമുള്ള കുറച്ച് പേര് ഉണ്ട് ബാക്കിയുള്ളവർ. അപ്പോൾ അവരെ നമ്മളെടുത്ത് ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശ്രീജിത്ത് അവരെ നമ്മളൊരു 3 മാസം ഒരു ഓറിയൻറ്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊഡക്ഷൻ ടൈമിൽ അല്ല, ബട്ട് ദേ വർ സ്റ്റേയിങ് ടുഗെദർ, ഓൾ ഓഫ് us were staying together. ട്രിവാൻഡ്രത്ത് തന്നെ LNCPയിൽ അവർക്ക് വേണ്ടി അത് ബുക്ക് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇവരവിടെ പ്രാക്ടീസ് ചെയ്യലും ആക്ടിങ്ങും അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം മിടുക്കൻ പിള്ളേരാണ്. അപ്പോൾ അവർ ദേ കുഡ് ഡൂ ഇറ്റ്. അവരങ്ങനെ തന്നെ. പിന്നെ അവരുടെ ഭാഷ ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ആദ്യം കരുതി തിരുവനന്തപുരത്തുള്ളവരെ തന്നെ എടുക്കാം. സിംഗ് സൗണ്ട് അല്ല, ഇപ്പം ഡബ് തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്തുള്ളവരെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവരെയും അങ്ങനെ കിട്ടിയില്ല. ഇപ്പം ജയ്ക്കായിട്ട് അഭിനയിച്ച ആള്, സുരയായിട്ട് അഭിനയിച്ച ആള്, സിദ്ധു, ഷിബുവായിട്ട് അഭിനയിച്ച ആൾ, ഒരാൾ ചെന്നൈ, ഒരാൾ കോഴിക്കോട്, ഒരാൾ ചാലക്കുടി, പിന്നെ അങ്ങനെയുള്ളവരാണ്. ബാക്കിയുള്ളവർ തിരുവനന്തപുരത്തു നിന്നായിരുന്നു. അപ്പോൾ അവരുടെ ഭാഷയും ഒന്ന് സെറ്റായി വരിക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആവശ്യമുള്ളതുകൊണ്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയും ഡെയിലി പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. ആസ് ഫാർ ആസ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ലിജോ ജോസ് പെല്ലിശ്ശേരി ലിസ്റ്റിനൊക്കെ പിന്നീട് വരികയാണല്ലോ ചെയ്തത് അടുത്തേക്ക്. അല്ല, ഇപ്പോൾ ആസ് യു സെഡ് നമ്മളൊരു 3 വർഷം മുമ്പ് ഒരു ട്രെയിലർ, ഒരു പാട്ടൊക്കെ ഇറക്കിയായിരുന്നു. അപ്പോൾ ആ ട്രെയിലർ ഇറക്കിയ സമയത്ത് ആണെന്ന് തോന്നുന്നു, ആദ്യം ഇറക്കിയ ട്രെയിലറാണോ പാട്ടാണെന്ന് എനിക്ക് മറന്നുപോയി. പക്ഷെ അപ്പം ഐ തിങ്ക് ട്രെയിലർ അത് കണ്ടിട്ട് ആണ് ലിജോ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അതായത് പ്രശാന്ത് പിള്ളയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഹൂസ് എ റെഗുലർ അസോസിയേറ്റ് ഓഫ് ലിജോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് ലിജോ പ്രശാന്തുമായിട്ട് സംസാരിക്കുകയും ഈ വോണ്ടഡ് ടു സീ ദ ഫിലിം, നമുക്ക് പുള്ളിക്ക് പടം കാണാൻ പറ്റുമെന്ന് ചോദിച്ചു പ്രശാന്തിൻ്റെ അടുത്ത്. പ്രശാന്ത് എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് വിനോദ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ചില കാരണങ്ങൾ കൊണ്ട് പടം ഒന്ന് ഇങ്ങനെ ഈ പോസ്റ്റ് തന്നെ ഒന്ന് സ്റ്റക്കായിരിക്കുന്നൊരവസ്ഥ എല്ലാം. അപ്പോൾ ലിജോയെ ഇമ്മീഡിയറ്റ്ലി മീറ്റ് ചെയ്യുകയും പടം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശാന്തിൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, പ്രശാന്ത് ഫിനിഷ് ആയിട്ടില്ലല്ലോ, അപ്പോൾ ഡബ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രശാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ അതെങ്ങനെ കാണിക്കും, ബിക്കോസ് ഐ വാസ് അങ്ങനെ കാണിക്കേണ്ട ഒരു പടമല്ല എന്നുള്ള ഒരു കുറച്ചുകൂടെ ഒന്നൊരു ഫിനിഷായിട്ട് എഡിറ്റും ഒക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം പക്ഷെ പ്രശാന്ത് പറഞ്ഞു എനിവേ യു മീറ്റ് ഹിം ആൻഡ് സ്പീക്ക് എന്ന്. അപ്പം ഞാൻ ലിജോയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഈ പടം ഒരു കാണിക്കാൻ പറ്റുന്നൊരു പാകത്തിലായിട്ടില്ല. പുള്ളി പറഞ്ഞു അപ്പോൾ അത് കുഴപ്പമില്ല, എന്താ വെച്ചാൽ നോക്കൂ. പുള്ളിയും അതിനിടയ്ക്ക് വേറെ എന്തോ പരിപാടികളൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 2 മാസം കണ്ട് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഇതിനൊരു രൂപമാക്കി നമ്മൾ കുറച്ച്
ഈ സൗണ്ടിൻ്റെ കുറച്ച് സംഗതികളെ റെഫറൻസും ഒക്കെ ഇട്ട് നമ്മളതിനൊരു ഫോമാക്കിയിട്ട് ഞാൻ ഒരു ദിവസം പുള്ളിക്കൊരു പ്രിവ്യൂ കൊടുത്തു. പുള്ളി അപ്പോൾ കാണുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു പടം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിനോദന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് സോർട്ടഡ് ആൻഡ് ദെൻ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. കാര്യം അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പുള്ളി ആദ്യമേ പറഞ്ഞു. അപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞപ്പോൾ വാട്ട് യു വോണ്ട് മീ ടു ഡു ഐ വിൽ ഡു എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലിജോ. പിന്നെ വെച്ചാൽ എനിക്ക് അല്ലാതെ ലിജോയായിട്ട് എനിക്ക് വേറെ ഒരു പരിചയമില്ലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് എ പേഴ്സൺ ലൈക്ക് ലിജോ കമ്മിങ് ഇൻ. എന്നിട്ട് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു പിന്നെയും കുറച്ച് ഇടയ്ക്ക് പല ഘട്ടങ്ങളിലും ഇത് സ്റ്റക്കായി. കാര്യം ലിജോ അത് കഴിഞ്ഞിട്ടാണ് ഈ വേറൊരു പുള്ളിയുടെ ഒരു പടം അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ആവുകയും പിന്നെ അതിലേക്ക് പോവുകയും ആ ഒരു ടൈം ഫ്രെയിമൊക്കെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. പുള്ളി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് അവസാനം പക്ഷേ പുള്ളി ആ പടം കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ ഫൈനലി നമ്മളൊരു ഒരു 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 കോ പ്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. കാര്യം ഡിസ്ട്രിബ്യൂഷനും ഇതുമൊക്കെ അറിയാവുന്ന ഒരു ടീം എന്നുള്ള രീതിയിലാണ് ലിജോ ഇവരുമായിട്ട് സംസാരിച്ച് ലിസ്റ്റിനുമായിട്ട് തീരുമാനമാക്കുന്നത്. അത് പക്ഷേ ദാറ്റ് വാസ് ഓൾമോസ്റ്റ് ടുവേർഡ്സ് ലാസ്റ്റ്. ആസ് എ മേക്കർ ഹൗസ് യുവർ ഈ ഒരു ജേർണി ഓഫ് മേക്കിങ്ങിൽ എപ്പോഴും ആർട്ട് ചെയ്യുന്ന ആൾ ആർട്ട് മാത്രമല്ലല്ലോ നോക്കേണ്ടത്. നമ്മൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് ഇപ്പോൾ OTT റിലീസ് വരെ യു വിൽ ഹാവ് ബീൻ ഹാവിങ് യുവർ ഓൺ വേ ഓഫ് ജേർണി അല്ലേ. ബീയിങ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് എ വൈൽ ആൻഡ് എവറിത്തിങ് ഹാപ്പൻസ് ലൈക്ക് ദിസ് ഫോർ യു. ഇവിടെ വെൻ ഇറ്റ് കംസ് ടു സിനിമ എങ്ങനെയായിരുന്നു ജേർണി? സിനിമ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസിങ് ഒബ്വിയസ്ലി അതൊരു വളരെ ടോപ്പിക്കലായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ ചെയ്യുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്ലയൻറ്റിന് ഹി വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് അപ്പോൾ അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിൽ വർക്ക് ചെയ്തിട്ടുള്ള ശീലത്തിൽ നിന്നാണ് നമ്മൾ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ മാഡനിങ് ഡെഡ് ലൈൻസ് ഒക്കെ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്ന് സിനിമ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഡെഡ് ലൈൻസ് ഒബ്വിയസ്ലി വി ഹാഡ് ഓൾസോ സെറ്റ് ഡെഡ് ലൈൻസ്. ഇപ്പോൾ ഇതിൻ്റെ റിലീസിനൊക്കെ നമ്മളൊരു ഡെഡ് ലൈൻ ആദ്യം സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ സിനിമയുടെ കേസിൽ അതെല്ലാം ബ്രേക്കായി നമുക്ക്. കാര്യം പല പല കാരണങ്ങൾ നമ്മളെ ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻ കോവിഡ് തന്നെയാണ്. ഇറ്റ് വാസ് സോ സർപ്രൈസിങ്, ഐ മീൻ കൺഫ്യൂസിങ്. നമുക്ക് ഇനിയിപ്പോൾ ഇതെന്താ പരിപാടി ചെയ്തിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഒന്നാമത്തെ കാര്യം സിനിമ തിയേറ്ററിൽ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പലരും നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തു, പലരും നമ്മളോട് അഡ്വൈസ് ചെയ്തു, നിങ്ങൾക്ക് ഇത് OTT ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം നമ്മൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഇമ്പാക്റ്റ് ഇപ്പം OTT-യില്ല എന്നല്ല പറയുന്ന. പക്ഷേ തിയേറ്ററിൽ വരിക തോന്നുന്നു ആദ്യം ചെയ്തൊരു അതിനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ വരണമെന്ന് നമ്മൾ വാശി പിടിച്ചില്ല. പക്ഷെ നമ്മളതിനെ ഇൻസിസ്റ്റ് ചെയ്തു. നമ്മളതുകൊണ്ട് അപ്പോൾ അത് നമ്മുടെ പ്രൊഡ്യൂസറും പുള്ളി അതിന് തയ്യാറായിരുന്നു. പുള്ളിക്ക് അങ്ങനെ അല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് അങ്ങനെ അല്ലായിരുന്നു. ദൈവർ ഓക്കെ, അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവരും അതിൻ്റെ കൂട്ടത്തിൽ നിന്നു. അപ്പം അതൊരു ഞാൻ പറഞ്ഞ ഈ സിനിമ ഈ കുറെ കൂടെ ഒരു ഇത് എന്താണ് പറഞ്ഞത് അൺപ്രഡിക്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും എത്രയോ സിനിമകൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്ത് അതുപോലെ റിലീസ് ചെയ്ത് അത് സൂപ്പർ ഹിറ്റുകളാവുന്നു. ചില സമയത്ത് സൂപ്പർ ഹിറ്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ആണ് ഒരു സിനിമ ഇൻഡസ്ട്രി. നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സിനിമ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഇത് അങ്ങനെ സംഭവിക്കാതിരുന്നതിൻ്റെ ഒരു എന്താ പറയുന്നത് അത് ചിലപ്പോൾ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ അത് പറയാം.
ഈ നമ്മളെ പേഴ്സണലി എഫക്റ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്, ബിക്കോസ് എവറി ഡേ യു വേക്ക് അപ്പ് ആൻഡ് ഹോപ്പ് ദാറ്റ് ദിസ് കംസ് ഓൺ ദ സ്ക്രീൻ ടുഡേ ഓർ ടുമോറോ, നാളെ വരും മറ്റന്നാൾ വരും ഇങ്ങനെ ആലോചിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളൊരു ഒരു 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 ഒരുപാട് പേരോട് ഒരു കമ്മിറ്റഡും കൂടെ ആണല്ലോ. ഒന്ന് ഫ്രം ദി പ്രൊഡ്യൂസർ ടു ദ പീപ്പിൾ ഹൂ വി മേഡ്, ഇതിനകത്ത് ആക്ട് ചെയ്ത പിള്ളേർ ചെറിയ പിള്ളേരാണ്. അപ്പോൾ 18 വയസ്സൊക്കെ ഉള്ള പയ്യന്മാരാണ്. ആ പയ്യന്മാരും പെൺകുട്ടികളൊക്കെ അപ്പം അവർ വളരെ ഇന്നസെൻ്റായിട്ട് വിളിച്ച്, സാറേ അപ്പം അടുത്ത മാസം വരുമോ സാറേ, മറ്റന്നാൾ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമുക്ക് ഞാനും വിശ്വസിക്കുന്നത് വരും, അടുത്ത മാസം വരും. പക്ഷെ അപ്പോൾ അടുത്ത മാസം കഴിയുമ്പോഴത് വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അത് ഇപ്പോഴത്തെ രീതിയിൽ ഇതിങ്ങനെ ഇനിയും കാര്യങ്ങൾ തീർക്കാനുണ്ട്. അപ്പം അതൊരു ആ ഒരു ഘട്ടം ഇച്ചിരി ഒരു നമുക്കൊരു വിഷമമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ കുറേ പല രീതിയിൽ എഫക്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ റെഗുലർ അഡ്വർടൈസിങ് ജോബും പരിപാടികളും അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഏറ്റവും പീക്ക് പോയിന്റിൽ, നമ്മളുടെ ഒരു കരിയറിൻ്റെ പീക്ക് പോയിന്റിലൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പം ഇപ്പോൾ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും റെലവൻ്റ് അല്ലാതാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അപ്പം നമ്മൾ തന്നെ റെലവൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ സ്പേസിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് കയറി വരിക എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ എൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ ഐ കുഡ് കീപ് മൈസെൽഫ് അങ്ങനെ ഭയങ്കര ആകുലതകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റി. ഞാൻ അങ്ങനെയാണ് അതിനെ പക്ഷേ സമീപിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇറ്റ് ഡിഡ് എഫക്റ്റ് മീ എ ലോട്ട്. Now let's talk about your advertising scenario. Like you have been like in this industry for how many decades? Like 30. Yeah, 20 years. 20 years. 2004 kind of. Okay. 20 years. So it has been a long journey. I was in advertising വർക്ക് ചെയ്തിരുന്നു അതിന് മുമ്പ്. അതിനുശേഷമാണ് അഡ്വർടൈസിങ് ഫിലിം മേക്കിങ്ങിലേക്ക് വന്നത്. അതാണ് ഞാൻ 20-21 years ആയത്. So did you become an ad person because you wanted to make film? അങ്ങനെയായിരുന്നോ അതോ ഇറ്റ് ജസ്റ്റ് നാച്ചുറലി ഹാപ്പൻഡ്? അങ്ങനെയാണോ? ഒട്ടും നാച്ചുറലി എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ നമ്മൾ എത്തിപ്പെടുന്നതൊക്കെ നമ്മൾക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയാണ്. നമ്മളെന്താണോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണെന്നും എനിക്ക് തോന്നുന്നു. കാര്യം നമ്മളിപ്പം ഈ പറയില്ലേ, ഇപ്പം അച്ഛന് മോൻ ഡോക്ടർ ആവണമെന്നായിരുന്നു, അമ്മയ്ക്ക് മോൻ എൻജിനീയർ ആവണമെന്നായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം അത് ശരിയാണ്. കാര്യം ഇപ്പം എൻ്റെ അച്ഛൻ ഞാൻ ഡോക്ടറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ആദ്യമേ റൂൾ ഔട്ട് ചെയ്യുന്നു, ഞാൻ ഒരിക്കലും മെഡിസിൻ പെർസ്യൂ ഇല്ല എന്ന് പഠിക്കുക. അത്യാവശ്യം മര്യാദയ്ക്ക് പഠിക്കുമായിരുന്നു തോന്നുന്നു സ്കൂളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു, പുള്ളി അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പം അതല്ല. അപ്പം എനിക്ക് ആർക്കിടെക്ചറൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനേക്കാൾ ആർക്കിടെക്ചറൽ സബ്ജക്റ്റിലുള്ള താല്പര്യം കണ്ടിട്ട് പുള്ളി അതിനുവേണ്ടി പഠിക്കാനുള്ള പല സംഗതികളും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. പക്ഷേ ഞാൻ സാധാരണ അന്ന് ഈ പറഞ്ഞ ഒരു ആർക്കിടെക്ചറൽ കോഴ്സ് അന്ന് അത്ര അങ്ങോട്ട് പ്രിവലൻ്റായി ഇത്രയും ഇതായിട്ട് വന്നിട്ടില്ല. എൻജിനീയറിങ്ങിൻ്റെ വൺ ഓഫ് ദ സ്ട്രീംസ് ആണ്. അപ്പം കണക്കിൽ നമ്മൾ ചിലപ്പോൾ പാളിപ്പോകുമോ എന്നുള്ളൊരു, അത്രയും ഉദ്ദേശിക്കുന്ന പോലെ കണക്കിൽ എക്സൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഐ ടുക്ക് എ ഡി റൂട്ട് ആൻഡ് ജോയിൻറ്റ് ലിറ്ററേച്ചർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് ചെയ്തൊന്നുമല്ല. പക്ഷെ അപ്പം അതിൻ്റെ ഇടയിൽ ഈ നമ്മൾ സിനിമ കാണൽ സ്വഭാവവും കൂട്ടുകാരോട് കഥ പറച്ചിലെന്നുള്ള വഴി നമ്മൾ ഇങ്ങനെ കോണ്ടെക്സ്റ്റുകൾ ഉണ്ടാക്കലും അത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നതുകൊണ്ട് അങ്ങനെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കോളേജിലെ പരിപാടികളിലൊക്കെ അതിലൊക്കെ ആയിരുന്നു നമ്മുടെ കൂടുതൽ താല്പര്യങ്ങൾ. പിന്നെ ക്ലാസ്സിൽ കയറാതിരിക്കുക, കറങ്ങി നടക്കുക, മറ്റു പരിപാടികൾ ചെയ്യുക. അപ്പം എനിക്കൊന്ന് അതുകൊണ്ട് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഒരു സിനിമയോടുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരുപാട് ആ സമയത്ത് മിക്കവാറും എല്ലാ സിനിമകളും നമ്മൾ ക്ലാസ് കട്ട് ചെയ്തുമൊക്കെ പോയി എല്ലാ സിനിമകളും വരിക്ക് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ സീരിയസ്ലി ചെയ്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ ഉള്ളിലുണ്ടായിരുന്നു. Did you start off as a copywriter?
അങ്ങനെയാണോ? അല്ല, ആഡ് അല്ല, പക്ഷെ പ്രോബബ്ലി എനിക്കന്ന് ഈ കോപ്പി റൈറ്റർ ഞാനപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു അപ്പോൾ എൻ്റെ ഈ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഇങ്ങനത്തെ ചില ഇൻട്രസ്റ്റൊക്കെ അറിയാവുന്ന ഒരു കക്ഷി ഒരു ദിവസം ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം ഇങ്ങനെ കുറച്ച് മാർക്കറ്റിംഗ് പരിപാടിയും സെയിൽസും ഒക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞിടാ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ട്, അഡ്വർടൈസിങ്ങിലേക്കാണ്, നിനക്ക് ശരിയാവുമായിരിക്കും, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പോൾ എനിക്ക് ജോലി വേണമെന്ന്, എനിക്ക് മസ്റ്റായിട്ട് ജോലി ആവശ്യമുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ജോലി വേണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ അവൻ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പോയി അപ്ലൈ ചെയ്തിട്ട് എനിക്കത് ആദ്യത്തെ ഇതിൽ തന്നെ ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടും. പക്ഷേ അപ്പോൾ അന്ന് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടാണ്, കോപ്പി റൈറ്റർ എന്നുള്ള സാധനത്തിൽ ഞാൻ അപ്ലൈ ചെയ്തില്ല. കാര്യം ഞാൻ അന്ന് കരുതുന്നത് കോപ്പി റൈറ്റർ, എനിക്ക് അന്ന് നമുക്ക് അത്രയ്ക്ക് ആ മേഖലയെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ കോപ്പി നമ്മൾ ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനത്തിന് ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടി നമുക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ചു. പിന്നീടാണ് അത് അത്രയും മോസ്റ്റ് വാണ്ടഡ് ജോബാണെന്ന് നമ്മൾ പിന്നെ പരിപാടി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ സർവീസിങ്ങിൽ, ക്ലയൻറ്റ് സർവീസിങ്ങിലായിരുന്നു, അഡ്വർടൈസിങ്ങിൽ, ക്ലയൻറ്റ് സർവീസിങ്ങിൽ. പക്ഷേ എനിക്ക് തോന്നിയത് അതൊരു പ്രോബബ്ലി ഒരു നല്ല കാര്യമായിരുന്നു. നമ്മൾ ക്ലയൻസിനെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഇവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്നത്. എന്നിട്ട് അത് നമ്മൾ ഒന്ന് ഏജൻസിയിൽ ഒരു ടീം ബ്രീഫിങ്ങിൽ നമ്മളത് ബ്രീഫ് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ റൈറ്റേഴ്സും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഒക്കെ ചേർന്നിട്ട് ആശയങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ പ്രോബബ്ലി ഈ സൈക്കിളിൻ്റെ എല്ലാ ഇതിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്ലയൻറ്റിനെ മനസ്സിലാക്കാനും ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ക്ലയൻറ്റിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രീഫ് ചെയ്യണം, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ ടു അറൈവ് അറ്റ് എ കോൺസെപ്ച്വൽ ഒരു ഗ്രിഡ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണമെങ്കിൽ ഈ സർവീസിങ് ടീമിൽ നിന്ന് വരുന്നവരുടെ ഇൻപുട്ട് വളരെ കൃത്യമാണ്. അപ്പോൾ അത് ബ്രീഫ് ഈസ് വെരി ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ബ്രീഫ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു ഒരു അവസ്ഥയിലേക്ക് വരുന്ന നല്ല അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് I naturally graduated to writing also. I mean, writing means creative in the sense. അപ്പോൾ ഐഡിയേഷൻ എന്നുള്ള ഒരു സ്പേസിൽ അത് ഞാൻ വർക്ക് ചെയ്ത രണ്ടാമത്തെ ഏജൻസിയിൽ എനിക്ക് ചില ഓപ്പർച്യൂണിറ്റികൾ കിട്ടി. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തു. അപ്പം പിന്നെ ഐ ഡിഡ്ന്റ് ഗെറ്റ് സ്റ്റക്ക് വിത്ത് സർവീസിങ് എന്ന് പറയുന്നൊരു ഇതിൽ നിൽക്കാതെ ഇതും രണ്ടും കൂടെ ചെയ്തു. അപ്പോൾ അത് ചെയ്ത പക്ഷേ ഞാൻ ഒരു സ്റ്റേജിൽ ഞാൻ അഡ്വർടൈസിങ് മതിയാക്കി. എനിക്ക് ഇതിനി പറ്റില്ല എന്ന് പറയുന്നൊരു പോയിന്റിലാണ് ഞാൻ അഡ്വർടൈസിങ് മതിയാക്കിയിട്ടാണ് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഫിലിം മേക്കിങ്ങിലേക്ക് ജമ്പ് ചെയ്തില്ല. എനിക്കത് അറിയില്ലായിരുന്നു. അഡ്വർടൈസിങ് മതിയാക്കിയിട്ട് നമ്മളെല്ലാം മതിയാക്കിയിട്ട് കുറച്ച് നാളിങ്ങനെ വഴി നോക്കി നടന്നു, ഒരുപാടും ചെയ്യാതെ നടന്നതിന് ശേഷം എൻ്റെ ചില പഴയ ക്ലയൻസ് വിളിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് മീ ടു ഐഡിയേറ്റ് ഫോർ ദം അവരുടെ. അപ്പം ഞാൻ റീറ്റെയിൽ അഡ്വർടൈസിങ്ങിൻ്റെ സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കുറേ ആശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചിലർക്ക് അപ്പോൾ ഈ ആശയം വിറ്റ് കാശാക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്, ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ദർ ഇസ് എ ക്ലയൻറ്റ്. പുള്ളി ഞാനും അഡ്വർടൈസിങ്ങിൽ ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഗതികൾക്ക്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരു ഫിലിം വേണമെന്ന് പറയുന്നു, ഒരു തിയേറ്റർ ഫിലിം. അപ്പം നീ അതൊന്ന് ആലോചിച്ച് അതൊന്ന് ചെയ്തു കൊടുക്കാം. ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആഡ് ഫിലിം തിയേറ്റർ അവർക്ക് വേണ്ടി ഒരു ഫിലിം ചെയ്യണമെന്ന് പറയുന്നു, വിച്ച് ഐ ഡോണ്ട് നോ എനി ടെക്നിക്കൽ നോളജ്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, ആശയം നീ ഉണ്ടാക്കിയാൽ മതി, ബാക്കി നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒരു ഫിലിം നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഏജൻസിയിൽ എൻ്റെ ഒരു കൊളീഗ് ഒരു ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കൂടെ നിന്ന്. അത്രയും മാത്രമേ എനിക്കറിയാവുള്ളൂ ഒരു ഫിലിം ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അതും പക്ഷേ ഒരു ഡീപ്പർ ലെവലിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. അത്രമാത്രമാണ് ഒരു പടം ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇദ്ദേഹം ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുകയും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയും ചെയ്തപ്പോൾ നമ്മളൊരു ചലഞ്ചായിട്ട് എടുത്ത് നോക്കി, അങ്ങനെയാണെങ്കിൽ ലെറ്റ് us give it a try. എന്നിട്ട് പിന്നെ നമ്മൾ ഇരുന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് ബേസിക്കായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും പണ്ട് ചെയ്ത പരസ്യത്തിൻ്റെ ആൾക്കാരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ബന്ധപ്പെടുകയും അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് നമ്മൾ ആദ്യത്തെ പരസ്യം അങ്ങനെ ചെയ്തു. കൈരളി ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്നൊരു നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഗ്രാനൈറ്റ് കമ്പനിയുടെ പരസ്യമാണ്. അപ്പോൾ അന്ന് നമ്മളത് വളരെ ചെറിയൊരു പൈസയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ
നമ്മുടെ കോസ്റ്റിംഗ് പോലും കറക്റ്റ് അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ആശയം നല്ലതായിരുന്നുകൊണ്ട് ക്ലയൻറ്റിന് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഹി അലൗഡ് us to do. അങ്ങനെ ഒരാശയം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. ഏതായിരുന്നു ആഡ് കൈരളിയുടെ? പുള്ളിയുടെ ഞാൻ ഒറ്റ പരസ്യം ചെയ്തിട്ടുള്ള ഒരു 3-4 സീക്വൻസ് ഉള്ള ഇങ്ങനെ ദ ഫ്ലോ യു വാക്ക് ഓൺ, ദ ഫ്ലോ യു മൂവ് ഓൺ, ദ ഫ്ലോ യു ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ചെറിയ കുട്ടി ഇങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ മാർബിളിൽ കണ്ടിട്ട് അതിന് ഉമ്മ വയ്ക്കുന്ന ആ ഒരു പരസ്യം നമ്മൾ തന്നെ ആശയം ഉണ്ടാക്കി നമ്മൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. ആ പരസ്യം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ റീറ്റെയിൽ അഡ്വർടൈസിങ് കോൺസെപ്റ്റ് പരിപാടി അതിൽ അങ്ങനെ കൂടുതൽ ഇനി സമയം അത് കുറേ കൂടെ വേറൊരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് അതൊരു മെയിൻ സ്ട്രീം അഡ്വർടൈസിംഗ് ആയിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആണ്. എനിക്ക് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല. ഐ വോണ്ടഡ് ടു ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദിസ് ഫിലിം സൈഡ് ഓഫ് ഇറ്റ്. അന്ന് കുറച്ച് ഫിലിം മേക്കേഴ്സ് പോപ്പുലറായിട്ടുള്ള ഒരു വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെ ആദ്യം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പടങ്ങളൊക്കെ ലൈക്ക് maybe all of the ads you have made might have been ഇഷ്ടമുണ്ടായിട്ട് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ക്ലയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. സോ മേ ബി ഫ്യൂ ഓഫ് ദ ആഡ്സ് ദറ്റ് യു ഹാവ് ഡൺ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് താങ്കൾക്ക് തന്നെ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ മനോരമ ക്ലാസിഫൈഡ്സിൻ്റെ നല്ല രസമുള്ള കുറേ പരസ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നു. കാര്യം അന്ന് ഈ ക്ലാസിഫൈഡ്സ് ഡിവിഷന് വേണ്ടിയൊക്കെ മുദ്രയായിരുന്നു ഏജൻസി. ഇപ്പോൾ അവിടെ നല്ല ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്രിയേറ്റീവ്സ് ഉണ്ടായിരുന്നു. ദേ യൂസ് ടു ഗിവ് എസ് ഫ്രീഡം. ബേസിക് 1 ലൈൻ പറയത്തേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മറ്റേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്കൊന്നും പോകില്ല. അപ്പോൾ അതിങ്ങനെ ഇതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ ദെൻ യു ഗെറ്റ് ദ പോസിബിൾ സൈൻ ഔട്ട് ചെയ്യേണ്ടത് ഇതാണെന്ന് പറയും, ഇന്നതായിരിക്കും മനസ്സിലുണ്ടെങ്കിൽ മനോരമയിലുണ്ടെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈനൊക്കെ തന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഭയങ്കര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഇത് എക്സാക്ട്ലി ഇങ്ങനെ വേണമെന്നൊന്നും പറയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളും കുറേ ആലോചിച്ചിട്ട് നമ്മളും ഏറ്റവും ഇതായിട്ടുള്ള അപ്പോൾ അങ്ങനെ കുറേ പരസ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്, കിച്ചൺ ട്രഷേഴ്സ്. അതുമൊക്കെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ക്ലയൻറ്റുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഇന്ദുലേഖ ഭൃംഗരാജിനെ കൊണ്ടുവന്നത്. അതെ അത് ഇന്ദുലേഖയാണ് നമ്മളുടെ ഒരു മേജർ സീരീസ് ഓഫ് ക്യാമ്പയിൻസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മേജർ ഒരു ക്യാമ്പയിൻ. അതിനുശേഷമാണ് ഇന്ദുലേഖ HUL യൂണിലിവർ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ. പുള്ളി ആ പടം നമ്മുടെ ഒരു പടം ചെയ്യുമ്പം അത് ചെയ്യാം, അത് നമ്മളോട് പറയണമെന്ന് പറഞ്ഞ് ട്ട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വേറൊരാളോട് കഥ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പുള്ളിയെടുത്ത് തന്നെ പറയുകയായിരുന്നു. അപ്പം അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഈ പറഞ്ഞ ഒരു 20 years ഓഫ് ജേർണിയിൽ മേ ബി ഈവൻ ബിഫോർ ദാറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്തു ഈ ആഡ് സെനാറിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവല്യൂഷൻ? മേ ബി ഇപ്പോൾ ഐ ആം നോട്ട് ഷുവർ. നമ്മൾ പണ്ട് കുറേ രസമുള്ള വേറെ തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ എന്ത് ട്രാൻസിഷനാണ് വന്നത്? ഇപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഈ മനോരമ ക്ലാസിഫൈഡ്സിൻ്റെ ഒക്കെ പോലത്തെ ആഡുകൾ ഒരു കാലഘട്ടത്തിൽ ഈ സെക്കൻഡ് തോട്ടിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കുറച്ചും കൂടി ആ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂടി ഡയറക്റ്റ് ആയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ്. ഇപ്പം ഏത് മേഖലയിലാണോ സംഭവിക്കുന്നതുള്ളൂ. അപ്പം ഇപ്പോൾ തന്നെ അഡ്വർടൈസിങ് ഏജൻസികളുടെ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ഏജൻസി ഒരുപാട് ടൈപ്പ് ഓഫ് ഏജൻസികൾ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലയൻസും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ന്യൂ സെറ്റ് ഓഫ് ക്ലയൻസ് വളരെ ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ് അക്സെപ്റ്റ് ചെയ്യുകയും ഈ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിന് വേണ്ടിയുള്ള കാറ്റഗറിയിലുള്ളവർ ഇപ്പോഴും നമ്മളുടെ ഒരു റെഗുലർ ഒരു ഫോർമാറ്റ് ഓഫ് അഡ്വർടൈസിങ് ഉണ്ട്. പ്രോബ്ലം സൊല്യൂഷൻ റൂട്ട് അതിൽ തന്നെ അഡ്വർടൈസ് ചെയ്ത് ആ രീതിയിലുള്ള ആശയങ്ങൾ തന്നെ വർക്ക് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ എന്തായാലും ഭയങ്കര വ്യത്യാസങ്ങൾ വരും. കാര്യം ഇപ്പം നമ്മൾ ടോട്ടലി നമ്മളുടെ കൺസംഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ
ഒരു വീട്ടിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും അവരവരുടെ പേഴ്സണൽ സ്ക്രീൻസ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഒരു വലിയ മാറ്റമാണ്. അപ്പം ഓരോരുത്തർക്കും വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ അടുത്തേക്ക് ഓരോ സംഗതികളും വരുന്നത്. അപ്പം അഡ്വർടൈസിങ് ക്രിയേറ്റീവ് മാത്രമല്ല, അഡ്വർടൈസിങ്ങിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഹോൾ സ്പേസിൽ അതിൻ്റെ ഇൻ്റലിജൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എനിക്കത് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിളി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ എഐയെ കുറിച്ച് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ആലോചിച്ചിരുന്ന പല സംഗതികളും ചെയ്യാൻ പറ്റുമോ എന്നല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഇത്രയും കാശാവും എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസൊക്കെ എഐയുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തിങ്കിങ്ങിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ പുതിയ ആശയങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ എനിക്കൊന്ന് ഗംഭീര പരിപാടികൾ അഡ്വർടൈസിങ്ങിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇനി വരും. അഡ്വർടൈസിങ് എന്ന് പറയുന്നതിനേക്കാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഐഡിയകൾ നമ്മളറിയാത്ത രീതിയിൽ ഇപ്പം നമ്മളൊരു 2D ഇമേജറിയിലോ അല്ലെങ്കിൽ ഇതിലൂടെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതൊന്നും അല്ലാത്ത രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ടെക്നോളജി വരും. അതിൽ വൺ ഓഫ് ദി ആസ്പെക്റ്റ് മാത്രമായിരിക്കും ഈ ഫിലിം എന്ന് പറയുന്ന സംഗതി. സോ ദാറ്റ് ഏരിയ ഈസ് അതുപോലെ നമ്മുടെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് സ്പേസിലും അങ്ങനത്തെ ചേഞ്ച് വരും. ഐഡിയേഷൻ ആണല്ലോ നമ്മുടെ മെയിൻ ഒരു പരിപാടി. അപ്പോൾ ഈ ഐഡിയേഷനിൽ ഇവല്യൂഷൻ വന്നല്ലോ. ഇപ്പം പണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 80s ഇൻട്രസ്റ്റോ ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ ഏറ്റവും ആദ്യം നമ്മൾ പെർസ്വേഡ് ചെയ്യേണ്ടത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ തന്നെ ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ടാർഗറ്റ് ഗ്രൂപ്പിൽ ചിലപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഹൗ ആർ യു അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്? ലൈക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏരിയയിൽ? ഐ ട്രൈ വെരി ഹാർഡ് ടു ബി അപ്ഡേറ്റഡ്. അത് ചില സമയത്ത് അത്ര എളുപ്പമല്ല. നമ്മളൊന്നുമില്ല നമ്മൾ മറ്റേ ഇയാൾക്കിത് അറിയില്ല എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ നമ്മളെ കാണരുതെന്നുള്ളൊരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്കറിയേണ്ട കാര്യങ്ങൾ ഐ എം നോട്ട് എ സോഫ്റ്റ്വെയർ ഗീക്ക് ഓർ അതെൻ്റെ ഒരു ഏരിയ അല്ല. അത് ഞാൻ അങ്ങനത്തെ ഒരു ടെക്കി അല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക്. പക്ഷേ ഈ ടൂൾസ് നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് ഓൾറെഡി അവൈലബിൾ ആണെന്നും ഉള്ളൊരു ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാര്യം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന നമ്മളിപ്പോൾ ഒരു 15 ദിവസം എടുത്ത് ചെയ്യേണ്ടിരുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് 1 ദിവസം 2 ദിവസം കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും ഈ ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഈ എവല്യൂഷൻ ഓഫ് അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്കിലും എനിക്ക് എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്നത് ഇതിങ്ങനെ ഇത്ര ആലോചിക്കുന്നതിനാണ് ഇത്രയും ഭയങ്കര വലിയ പാരഫണലി ഇല്ലാതെ ചെയ്യാമല്ലോ എന്ന് അവർ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു സീനും വരുമല്ലോ. അതുകൊണ്ട് ബീയിങ് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ ആം സ്റ്റിൽ വെരി എക്സൈറ്റഡ് ഓഫ് വാട്ട് ഐ എം ഡൂയിങ്. സോ ഒരുപാട് ഇത്രയും പരിപാടികൾ ചെയ്ത് എപ്പോൾ ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. So tell me, like, how much AI is influencing you? AI is not influencing. We are trying to make AI, imbibe AI into our system and make use of AI. How are you doing? Very many ways. See, even namalku, for example, was the smallest thing. We used to draw storyboards where ഞാൻ മാച്ച് സ്റ്റിക്ക് ബോർഡ് വരയ്ക്കും. എന്നിട്ട് ഞാൻ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് അവരെ കൊണ്ട് വരപ്പിക്കും. അവരിരുന്ന് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോസസ്. ആൻഡ് ബിക്കോസ് യു ആർ ആക്ച്വലി ഡൂയിങ് ഹോം വർക്ക് ഓഫ് വാട്ട് യു ഡു. അപ്പം നമ്മളിങ്ങനെ തിങ്കിങ് ത്രൂ ആണ്, വിഷ്വലൈസിങ് ഈച്ച് ആൻഡ് എവറിത്തിങ്. അത് ഇന്ന പൊട്ടും പൊടിയൊക്കെ നമ്മൾ ആലോചിക്കും. ആ എക്സസൈസ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പം ഐ ക്യാൻ prompt and ask the system to give me Midjourney അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലിങ്ങിലോ whatever
the software and ask them to give me an image where a lady is looking out of the window and that window അപ്പുറത്ത് ഒരു കീവേഡ്സ് ഇട്ടാൽ മതി. ഇട്ടാൽ മതി. അപ്പം അറ്റ്ലീസ്റ്റ് എനിക്കൊരു കിക്ക് ഓഫ് റെഫറൻസ് ഇമേജ് എന്നുള്ള രീതിയിലെങ്കിലും എനിക്ക് ആ റെഫറൻസ് ഇമേജൊക്കെ ചെയ്യാനായിട്ട് പണ്ട് നമ്മൾ കുറേ മാഗസിനും അതും അല്ലെങ്കിൽ ഇതിലൊക്കെ തപ്പി ഒക്കെ നമ്മൾ എടുക്കണമായിരുന്നു. നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള ഇതുണ്ടല്ലോ. പക്ഷേ ഇന്ന് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം ദ വേ യു വോണ്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര ഒരു ലീപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം അവിടെ മുതൽ ഇറ്റ് ഈസ് ഹെൽപ്പിങ്. ഇപ്പം നമ്മൾക്ക് ചില ഇമേജറി ചില ചില സംഗതികൾ നമ്മൾക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വീഡിയോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ റോക്കറ്റിൻ്റെ ഒരു ഷോട്ട് നമുക്ക് അതിൻ്റെ ലോഞ്ച് പാഡിൻ്റെ ടോപ്പ് ആംഗിളിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എനിക്കത് പോയി ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ നമ്മുടെ പിള്ളേരോട് കൂടെ വർക്ക് ചെയ്തിട്ട് പറയും, എപ്പോൾ വേണോ എന്ത് സംഗതി വേണോ ഏത് സാധനം വേണോ ആൾക്കാർ ചോദിക്കാം. സോ യു ഷുഡ് ബി അഡാപ്റ്റ് ഇനഫ് ടു ഫിഗർ ഔട്ട് ഹൗ ടു ഡു എന്നുള്ള. പക്ഷേ ഇന്ന് അവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയാം, അത് സാറേ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറയും. അപ്പം അതാണ് പോസിബിലിറ്റി. അപ്പോൾ ആ പോസിബിലിറ്റികൾ റൂൾ ഔട്ട് ചെയ്തിട്ടുള്ളൊരു ഇതില്ല. അപ്പം നമ്മൾ ആസ് പാർട്ട് ഓഫ് ദ എവല്യൂഷൻ വി ഓൾസോ I think it opens a lot more possibilities. Absolutely it's quite നമ്മൾ വിചാരിച്ച് ഇതിനകത്തൊരു നമ്മൾ സ്ലൈറ്റ്ലി ഡേസ്ഡ് ഔട്ട് ആവും. നമ്മളിങ്ങനെ ഇത്രയും പരിപാടികൾ ഞാനിത് എവിടെ കൊണ്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കൊന്ന് വളരെ ജുഡീഷ്യസ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെങ്ങനെ വേണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതെല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ചിലർ പറയും ഇത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പണി പോകുന്നുണ്ട്, ആൾക്കാരുടെ പണി പോകുന്നുണ്ട്, ലേ ഓഫുകൾ ഭയങ്കരമായിട്ട് സംഭവിക്കും. കോഡിങ്ങിന് ഇപ്പം ആൾക്കാരെക്കാളും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റും നമുക്ക്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ആസ് പീപ്പിൾ ഹു ആർ ക്രിയേറ്റിംഗ് ഐഡിയാസ്, അത് സ്റ്റിൽ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഫ്രം പീപ്പിൾ ഹു തിങ്സ്. അപ്പം നമുക്കപ്പോൾ അതാണ് താല്പര്യമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. So what's next for you? Another movie? Yeah, we have a couple of ideas brewing, talking, and ഈ പറഞ്ഞ പോലെ നാളെ പോയി ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നൊരു ഒരു ഏർജ് ഉണ്ടല്ലോ, അതിലേക്ക് വരിക എന്നുള്ളതാണ്. കപ്പിൾ ഓഫ് തിങ്സ് വിച്ച് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷേ വി ഹാവൻ ഫ്രോസൺ ഓൺ എനിത്തിങ്, ബട്ട് ഷുവർ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. അപ്പോൾ all the best. Thank you so much. Thank you so much. Thank you very much.